മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൾഫ് പര്യടനം ആരംഭിച്ചു. ഇന്ന് പുലർച്ചെ ബഹ്റിനിൽ മുഖ്യമന്ത്രി എത്തി. നാളെ നടക്കുന്ന പ്രവാസി മലയാളി സംഗമത്തിൽ പങ്കെടുക്കും. ഇന്ന് അദ്ദേഹത്തിന് പൂർണ്ണ വിശ്രമമാണ്. അദ്ദേഹത്തിന് എൻഗേജ്മെൻ്റ് ഒന്നുമില്ല. സൗദി അറേബ്യയിൽ പോകാനുള്ള സന്ദർശനത്തിന് മുഖ്യമന്ത്രിക്ക് കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി ലഭിച്ചിട്ടില്ല. കൂടുതൽ വിവരങ്ങളുമായി ജലീൽ കണ്ണമംഗലം നമുക്കൊപ്പം ജിദ്ദയിൽ നിന്ന് ചേരുകയാണ്. ജലീൽ, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ സൗദി അറേബ്യയിലെ സന്ദർശനം മാത്രം അനുമതി കേന്ദ്ര സർക്കാർ കൊടുത്തിട്ടില്ല. എന്തായിരിക്കാം അതിൻ്റെ രാഷ്ട്രീയം? ഗുഡ് മോർണിംഗ് എസ്കെൻ. സൗദി ഒഴികെ മറ്റുള്ള ഗൾഫ് രാജ്യങ്ങളിലേക്കാണ് ഇപ്പോൾ കേന്ദ്രം സന്ദർശനത്തിന് മുഖ്യമന്ത്രിക്ക് അനുമതി നൽകിയിരിക്കുന്നത്. നേരത്തെ ഒരു രാജ്യം സന്ദർശിക്കാനുള്ള അനുമതി നൽകിയിരുന്നില്ല. അവസാനം അനുമതി നൽകിയപ്പോൾ സൗദി ഒഴിവാക്കിയിരിക്കുകയാണ്. അതിനുള്ള കൃത്യമായ കാരണം വെളിപ്പെടുത്തിയിട്ടില്ല, പറഞ്ഞിട്ടില്ല. എന്നാൽ ഇവിടെയുള്ള സൗദിയിലുള്ള സംഘാടകർ പറയുന്നത് നിയമ പ്രശ്നം ചൂണ്ടിക്കാട്ടിയാണ് അനുമതി നിഷേധിച്ചത് എന്നാണ്. ഏതായാലും സൗദിയിലേക്കുള്ള സന്ദർശനത്തിന് അനുമതി ലഭിക്കും എന്ന് തന്നെയാണ് സംഘാടകരുടെയും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെയും പ്രതീക്ഷ. ഏതായാലും മുഖ്യമന്ത്രിയുടെ ഗൾഫ് പര്യടനം ആരംഭിച്ചിരിക്കുകയാണ്. ഇന്ന് രാവിലെ മുഖ്യമന്ത്രി ബഹ്റൈനിലെത്തി. ഇന്നു മുതൽ ഡിസംബർ ആദ്യം വരെ ആണ് മുഖ്യമന്ത്രി ഈ ഗൾഫിൽ 5 ഘട്ടങ്ങളായി സന്ദർശിക്കുക. വാരാന്ത്യങ്ങളിലാണ് പ്രത്യേകിച്ച് പരിപാടികളൊക്കെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. വ്യാഴം, വെള്ളി, ശനി, ഞായർ ദിവസങ്ങൾ. കാരണം പ്രവാസികളുടെ അവധി കണക്കിലെടുത്താണ് വാരാന്ത്യങ്ങളിൽ ഈ പൊതുപരിപാടി സംഘടിപ്പിക്കുന്നത്. ബഹ്റൈൻ, ഒമാൻ, ഖത്തർ, UAE, കുവൈത്ത് എന്നീ രാജ്യങ്ങളാണ് പ്രധാനമായും സന്ദർശിക്കുക. നാളെ അതായത് വെള്ളിയാഴ്ചയാണ് ആദ്യത്തെ പൊതുപരിപാടി. ഇന്ന് ഔദ്യോഗിക മറ്റു പരിപാടികളൊന്നും ഇല്ല. മുഖ്യമന്ത്രി നാളെ 17-ാം തീയതി ബഹ്റൈനിൽ പ്രവാസി മലയാളി സംഗമത്തിൽ പങ്കെടുക്കും. ബഹ്റൈൻ കേരളീയ സമാജം ഡയമണ്ട് ജൂബിലി ഹാളിലാണ് ഈ പരിപാടി നടക്കുന്നത്. മലയാളം മിഷനും ലോക കേരള സഭയും ചേർന്നാണ് ബഹ്റൈനിൽ പരിപാടി സംഘടിപ്പിക്കുന്നത്. വൈകുന്നേരം 6:30-നാണ് പരിപാടി. പരിപാടിയുടെ വിജയത്തിനായി 501 അംഗ സ്വാഗത സംഘം നേരത്തെ തന്നെ രൂപീകരിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിക്ക് പുറമെ മന്ത്രി സജി ചെറിയാനും പേഴ്സണൽ അസിസ്റ്റന്റ് VM സുനീഷും ഇന്ത്യൻ അംബാസഡർ വിനോദ് K ജേക്കബും ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസുഫ് അലിയും ചീഫ് സെക്രട്ടറി A ജയതിലക്കും ഒക്കെ ഈ പരിപാടിയിൽ സംബന്ധിക്കുന്നുണ്ട്. എന്നാൽ UDF അനുകൂല സംഘടനകൾ ഈ പരിപാടിയുമായി സഹകരിക്കുന്നില്ല. പ്രത്യേകിച്ച് കോൺഗ്രസ് അനുകൂല സംഘടനയായ OICC, മുസ്ലിം ലീഗ് അനുകൂല സംഘടനയായ KMCC തുടങ്ങിയ സംഘടനകളും ഇതൊന്നും ഈ പരിപാടിയോട് സഹകരിക്കില്ല എന്നാണ് അറിയിച്ചിരിക്കുന്നത്. കാരണം അവർ പറയുന്നത് ഇതൊരു തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണ്. തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായാണ് മുഖ്യമന്ത്രി ഇവിടെ സന്ദർശിക്കുന്നത്, ഗൾഫ് സന്ദർശനം നടത്തുന്നത് എന്നാണ്. ഏതായാലും അടുത്ത സന്ദർശനം ഒമാനിലായിരിക്കും. ഒക്ടോബർ 24 ഒമാനിലെ മസ്കറ്റിലും 25 സലാലയിലും 29 ഖത്തറിലും നവംബർ 5 കുവൈത്തിലും നവംബർ 8 അബുദാബിയിലും ഡിസംബർ 1 ദുബായിലുമാണ് മുഖ്യമന്ത്രിയുടെ സന്ദർശനം ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അനുമതി കിട്ടുന്ന മുറയ്ക്ക് സൗദിയും സന്ദർശിക്കും. ഇതുവരെ സൗദി സന്ദർശനത്തിന് അനുമതി ലഭിച്ചിട്ടില്ല. SKN. താങ്ക് യു ജലീൽ കണ്ണമംഗലം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.